ഇടയ്ക്ക് കല്ലുമൊക്കെ ഈ സൈഡിൽ കിടക്കുന്നു. പാടവാട്ടം കാണിക്കുന്നത് കൊറേ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കസേര ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ സെറാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള വലഹൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൊച്ചു ഗ്രാമത്തിലത്തെ ഒരു പള്ളിയിലോട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ആ പള്ളിയുടെ പേരാണ് സെന്റ് തോമസ് മൗണ്ടൻ നാട്ടോ അതിൻ്റെ ആ ഒരു പള്ളിയുടെ പേര്. അപ്പോൾ നിങ്ങൾ ഓർക്കും ആ പള്ളിക്ക് എന്താ എത്ര പ്രത്യേകത ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഗൈസ്, അതൊരു മലയുടെ മണ്ടയിലായിട്ടാണ് ആ പള്ളി ഇരിക്കുന്നത്. പിന്നീട് അതിന്റെ ആ ഒരു കുരിശാട്ടോ, അതിന്റെ താഴെ ഒരു വലിയ കുരിശുണ്ട്. ആ കുരിശിന്റെ മണ്ടയിലൊക്കെ ഞാൻ കയറി കളിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. പക്ഷെ അതൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല, അവിടെ പോയിട്ടുണ്ടെന്ന് പോലും ഇപ്പൊ പ്ലേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. നിങ്ങൾക്ക് വേണേ ഗൂഗിളിലൊക്കെ സെന്റ് തോമസ് മൗണ്ടൻ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടുത്തെ പള്ളിയുടെ ഒരു ഫോട്ടോ ഒക്കെ കിട്ടും ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ അങ്ങോട്ടാണ് ഒരു കൊണ്ടുപോകാൻ പോകുന്നത്. 4 മണിക്കൊക്കെ അവിടെ പോയി ഒരു 6 ഒക്കെ ആവുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഇരുട്ടും കോടമഞ്ഞും നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഗൈസ്. അവിടെ അതിന് താഴോട്ട് കൊക്കയാണ്. താഴോട്ട് നോക്കിയാൽ കുറെ നല്ല വ്യൂസ് ഒക്കെ ആയിരിക്കും. ഞാൻ നിങ്ങളെ ഇനി പറഞ്ഞ് കുറെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പൊ ഗൈസ്, ഞാൻ പാലായിന്ന് വലഹൂരിലോട്ട് തിരിഞ്ഞു വിട്ടു ഗൈസ്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോയ് ഗൈസ്, നിങ്ങളൊന്ന് നോക്കിക്കേ ഗൈസ്, അവിടെ പാടവാട്ടോ നിറച്ചെന്താ. അതിന്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. അതിന്റെ നടുക്കായിട്ട് നല്ലൊരു പച്ച പാടമാണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുള്ളതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചത് ഗൈസ്. ഞാനിങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി നിർത്തുന്നൊന്നുമില്ല, കാരണം ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും കൂടെ കാണണ്ടല്ലേ. അതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ നേരെ പോവാണ് ഗൈസ്. കൊക്കൊക്കെ ഉണ്ട്. അവിടെ ഒരാളൊക്കെ ഇരിപ്പുണ്ട്. ആകാശം നോക്കിക്കേ ഗൈസ്, എന്ത് രസമാണ് കാണാൻ. നല്ലൊരു സ്കൈ ഒക്കെ ഇങ്ങനെ നിന്ന് നല്ല രസമാണ് കേട്ടോ കാണാൻ. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ആയിട്ട് ഒരു സംഭവം ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് ഗൈസ്? നോക്ക്, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടോ ഗൈസ്. ഇവിടെ വഴികളും എല്ലാം ഇവിടെ ഒക്കെ ഇങ്ങനെ പുല്ലുകളും കാടുകളും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ്, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ വലവൂർ പള്ളി ചർച്ചാട്ടോ. അവിടെ കണ്ട് എഴുതിയേക്കുന്നുണ്ടോ വലവൂർ ഐലറ്റിലോട്ട് നമ്മൾ തിരിയാൻ പോവാട്ടോ ഗൈസ്. അവിടെ നിങ്ങൾ എഴുതിയേക്കുന്നുണ്ടോ സെന്റ് തോമസ് മൗണ്ടൻ എന്ന് എഴുതിയേക്കുന്നുണ്ടോ. 2 കിലോമീറ്റർ 4 കിലോമീറ്റർ. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി ഇങ്ങോട്ടാട്ടോ തിരിയാൻ പോകുന്നത്. എനിക്ക് ചെറിയ കവക്കെട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങോട്ടാട്ടോ നമ്മൾ തിരിയാൻ പോകുന്നത്. നമ്മൾ തിരിഞ്ഞ് ഇനി ഈ വഴിയാണ് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഇനി ഇങ്ങനെ ഒരു കയറ്റമാട്ടോ ഗൈസ്. ഞാനിങ്ങനെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അവിടെ എത്താനായിട്ടുള്ള എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലേ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ വഴിയൊന്നും എനിക്ക് അധികം ഓർമ്മയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ഗൈസ് ഇങ്ങോട്ടാട്ടോ തിരിയാൻ പോകുന്നത്. ഈ ഒരു കയറ്റം കയറാൻ പോവാണ് നമ്മൾ. ഇനി വളവും തിരിവൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് എനിക്കൊരു വളവ് കാണുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ ഈ കയറ്റമൊക്കെ കയറിയാട്ടോ പോകുന്നത്. ഭയങ്കര പാടാണ്. അപ്പൊ ഗൈസ്, സെന്റ് തോമസ് മൗണ്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ എനിക്ക് ഇത്ര അടുപ്പ് എന്നാന്ന് വെച്ചാല് അവിടെ ആയിട്ട് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ആ കസിൻ്റെ വീട്ടിലോട്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. എൻ്റെ അമ്മയും പണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴല്ല പണ്ട്. അപ്പൊ അമ്മമ്മയും എല്ലാവരും ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോൾ അവരുടെ വീടിന്റെ മണ്ടയിലായിട്ട് ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ സെന്റ് തോമസ് മൗണ്ട്. അപ്പൊ ഞങ്ങള് ആ പള്ളിയിലോട്ടൊക്കെ പോവായിരുന്നു. പിന്നെ അവിടെ പെരുന്നാളൊക്കെ നടക്കുമായിരുന്നു. പിന്നെ നാടകം ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ എന്റെ അങ്കിള് ഒക്കെ എന്നോട് പറയുമായിരുന്നു അവിടെ നാടകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാണാനൊക്കെ പോവായിരുന്നു എന്നൊക്കെ. ഇപ്പൊ അവിടെ അങ്ങനെ പെരുന്നാളൊന്നും നടത്താറില്ല. പിന്നെ ഇപ്പൊ ഇവിടുത്തെ താഴത്തെയാണ് അവരുടെ പള്ളി. പിന്നെ അവിടെ അച്ഛനൊക്കെ ഇപ്പൊ അവിടുന്ന് പോയി. പെരുന്നാളൊന്നും അങ്ങനെ നടത്താറില്ല. ഇനി ഈ വഴിയാട്ടോ കേറി പോകുന്നത്. അവിടെ ബോർഡ് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ?
ഇനി ഗൈസ് നമ്മൾ ഇനി കുഞ്ഞു വഴി കൂടെ കയറ്റം കയറിയാട്ടോ പോകേണ്ടത്. അപ്പൊ നമുക്ക് പോകാം. അപ്പൊ ഗൈസ് ഇവിടെ കൊറോണ വന്നേ പിന്നെ ഇപ്പൊ ഇവിടെ എല്ലാരും ചുമ്മാ വൈബിനൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. അല്ലാതെ ഇവിടെ വരുമ്പോഴൊക്കെ കുറെ ആൾക്കാരും പിന്നെ വൈബൊക്കെ അടിക്കാനും നിങ്ങൾക്ക് പിന്നെ ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് വൈബൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഗൈസ്. നല്ല അടിപൊളി വ്യൂ ആണ്, നിങ്ങളൊന്ന് വന്നു നോക്കുക ഗൈസ്. ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാട്ടോ ഇപ്പൊ അറിയപ്പെടുന്നത്. ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, സെന്റ് തോമസ് മൗണ്ട് എന്ന് അടിച്ചാൽ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ അറിയപ്പെടാൻ പറ്റും. പിന്നെ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, ഈ വഴിയുടെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ കയറിയിട്ട് നിങ്ങൾ വേണം, നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ എൻജോയ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതുവഴി വേണം വരാം. ഗൈസ് ഈ കയറ്റം കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പള്ളിയിലോട്ടാട്ടോ കയറാൻ പോകുന്നത്, സെന്റ് തോമസ് പള്ളിയിലോട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഈ കയറ്റം കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കയറ്റം കയറുന്നതിന്റെ ഇടയ്ക്ക് കുറെ കമ്പും ഇടയ്ക്ക് കല്ലും ഒക്കെ ഈ സൈഡിൽ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ളും ഇപ്പൊ പള്ളയായി ഗൈസ്. പണ്ട് നല്ല വഴിയൊക്കെ ആയിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പൊ ഇവിടെ ഇടയ്ക്കൊക്കെ കപ്പയും കുറെ വഴികളൊക്കെയാണ് ഗൈസ്. അപ്പൊ നമ്മൾ പള്ളി എത്തി ഗൈസ്. പള്ളിയുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഗൈസ്. ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല ഗൈസ്, എന്നാലും നമുക്ക് ഇനി പള്ളി എത്തിയില്ലേ, നമുക്ക് പള്ളിക്കകത്തോട്ട് കയറാം. അപ്പൊ ഗൈസ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നേരത്തെ ഞങ്ങൾ പണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഗേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ പോലെയായിരുന്നു, അല്ലാതെ ഗേറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഗേറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ ക്യാമറ ഒക്കെ ഉണ്ട്, അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറയുന്നത് ഇവിടെ കപ്പലണ്ടി ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കപ്പലണ്ടി മരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പണ്ട് കപ്പലണ്ടി ഒക്കെ പറിച്ച് തിന്നുമായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് ഇതൊക്കെ ഞാനൊന്നും പറിച്ച് തിന്നാലോ, എൻ്റെ അമ്മയൊക്കെ വരുമ്പോ ഇവിടുന്ന് പറിച്ച് തിന്നാറുള്ളതാണ് ഗൈസ്. ഇവിടെ കുറെ ഭയങ്കര കാറ്റായിട്ട് അടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഭയങ്കര പാർക്കിംഗ് ആയിട്ടൊന്നും ഇടാൻ പറ്റില്ല, നമുക്ക് ഈ റോഡിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറെ കാറുകളൊന്നും വന്നാൽ നമുക്ക് അങ്ങനെ ഇടാനൊന്നും പറ്റത്തില്ല ഗൈസ്. പിന്നെ സ്കൂട്ടറും ബൈക്കും ഒക്കെ വന്നാൽ നമുക്ക് ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഇടാം. ബട്ട് കാറുകളൊക്കെ കുറെ വന്നാൽ ഇവിടെ അങ്ങനെ ഇടാനൊന്നും സ്ഥലമില്ല, നമുക്ക് റോഡിലായിട്ട് ഇടാവുള്ളൂ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ ഗൈസ് ഗേറ്റിനകത്തോട്ട് കയറാം. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഗേറ്റൊന്നും കയറാൻ പറ്റില്ല, നോക്കി സൈഡിൽ കൂടെ കയറാൻ പറ്റില്ല. ഞാൻ നേരെ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ പള്ളി. ഈ പള്ളി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അതിപ്പോ പെയിന്റ് ഒക്കെ അടിച്ച് ഓടൊക്കെ വെച്ച് ഇതിപ്പോ നല്ല പള്ളിയൊക്കെ ആക്കി. ഇത് പുതുക്കി പണിയുന്ന പള്ളിയാണ്. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുർബാനൊക്കെ നടക്കാറുണ്ട് ഗൈസ്. മാസത്തിലോ വർഷത്തിലോ ആണ് ഇവിടെ കുർബാനയൊക്കെ നടക്കുന്നത് ഗൈസ്. അപ്പൊ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഗൈസ്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഭയങ്കര ഹൊറർ ആയിട്ടൊക്കെ ഉള്ള ഒരു കാറ്റ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല പേടിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ പള്ളിയുടെ വാതിലൊക്കെ കുറെ എന്തൊക്കെയോ അവര് പണ്ട് വന്നവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതുകൊണ്ടോ ഗൈസ്, കുറെ കല്ല് ആ വക സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കല്ലും കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് ഗൈസ്. ഇവിടെയൊക്കെ കുറെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നു ഗൈസ്. മറിയം, ഡോള, ഷാല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേര് ഗൈസ്, എന്തൊക്കെയോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പഴയ പിള്ളേരുടെ ഓർമ്മയൊക്കെയാണെന്ന് തോന്നുന്നു അവരൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഇനി ഗൈസ് നമുക്ക് പള്ളിയുടെ സൈഡും അപ്പുറത്തെ സൈഡും ഒക്കെ നമുക്ക് ചുറ്റിക്കാണാം. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഗൈസ്. അതിന്റെ താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അവിടെ ഭയങ്കര കാറ്റാട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒക്കെ ഒന്ന് കാണാം ഗൈസ്. ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, വലിയൊരു മരം ഗൈസ്. ഒരു വലിയൊരു മരവും പിന്നെ അവിടെ എന്തോ ടാങ്കാന്ന് തോന്നുന്നു. ഇവിടുത്തെ വെള്ളം എടുക്കുന്ന ടാങ്കാന്ന് തോന്നുന്നു. മരവെള്ള സംഭവോ മരത്തിന്റെ മഴവെള്ളം ശേഖരിച്ചിട്ട്. അപ്പൊ ഗൈസ് ഇവിടെ കുർബാനയൊക്കെ നടക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിലൊക്കെ മാസത്തിലൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ അകത്ത് കൂടെ എന്തെങ്കിലും കാണുമോ നോക്ക്. കുറെ പൊടി അകത്ത് കിടപ്പുണ്ട്
പിന്നെ കുറെ കസേരയും അച്ഛൻ നിൽക്കുന്ന അത്. ഇപ്പൊ ഗൈസ് കുർബാന ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇതിപ്പോ ഞാൻ അകത്തൂടെ ഒന്നും അല്ല കാണിക്കുന്നത്, ഞാൻ ഈ ഒരു തുളതുളയുള്ള ജനലിക്കൂടെയാണ് കേട്ടോ നിങ്ങളെ ഈ കാണിക്കുന്നത്. കുറെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കസേരയൊക്കെ കണ്ണോട്ട് എന്തൊക്കെയോ പോകുന്നു. കുറെ അടിയൊക്കെ അയ്യോ അടിക്കുന്നുണ്ട്. എന്റെ കൈ ഫുള്ളും ചെളിയായി, അവിടെ ഫുള്ളും ഒക്കെ ചെളിയായിരുന്നു കേട്ടോ ഗൈസ്. മറ്റേ ആ നീല ഷെഡ് പോലത്തെ സാധനം അതൊക്കെ കിടന്ന് ആടും. എനിക്ക് വാരണില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടോ നടക്കുന്നത്. ഇതാണ് കേട്ടോ ഗൈസ് ഇവിടുത്തെ ഒരു വലിയ മരം ഗൈസ്. ഇതിന്റെ മണ്ടയിലൊക്കെ ഞാൻ കേറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പോയിന്റിലാണ്, കുരിശിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ കുരിശ് ഇപ്പൊ ദാ അതിന്റെ പണ്ടൊക്കെ എന്റെ ചേച്ചിയൊക്കെ ഇതിൽ വലിഞ്ഞു കയറിയായിരുന്നു, ഞാനൊക്കെ കയറിയിട്ട് ഇങ്ങനെ കൂകുമായിരുന്നു. ഇതിപ്പോ കേറുന്ന രീതിയൊക്കെ ഇപ്പൊ വേറെ രീതിയിലാക്കി, നമുക്ക് കേറാനൊന്നും പറ്റത്തില്ലാത്ത രീതിയാക്കി. ഞാനീ നിൽക്കുന്നത് ഒരു ഇവിടെ ഇതിന്റെ അടുത്തൊരു എന്നാ മരം പ്ലാവല്ല മാവിന്റെ മരമാണ്. അപ്പൊ അതിന്റെ അവിടെ കിടന്ന് മറ്റേ ചുവന്ന മറ്റേ ഉറുമ്പില്ലേ അത് ഇതില് ഉണ്ട്, ഭയങ്കരമായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് നേരെ വ്യൂ പോയിന്റിലോട്ട് പോകാം ഗൈസ്. ഇവിടെ ഭയങ്കര കാറ്റാണ്, എനിക്ക് ഇത് എന്താ നടക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ ഇവിടെ. അപ്പൊ രാത്രിയൊക്കെ വരുമ്പോൾ ഒരു ഇതെന്തായിരിക്കും അല്ലേ. അപ്പൊ ഗൈസ് ഇത് കണ്ട് മെമ്മറൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ് 1900. ഇതൊന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ ഗൈസ്. 1964 കേട്ടോ ഇത് ഈ ഒരു കുരിശ് പണിതേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നതൊക്കെ ഇപ്പൊ ഭയങ്കര പൊളിഞ്ഞതൊക്കെ ആയി, പഴക്കമൊക്കെ ആയി കാണുമായിരിക്കും ഗൈസ്. അത്രയും വർഷം പഴക്കമുള്ള ദൂക്ക് ഗൈസ്. ഭയങ്കര കാറ്റ്, എന്റെ കണ്ണിലോട്ടൊക്കെ എന്തോ തെറിക്കുന്നു. എനിക്ക് കാണാൻ പേടിയാവുന്നു, കാറ്റ് വരുമ്പോൾ നമ്മൾ വീഴുമെന്ന് ഓർത്തിട്ടുള്ള ഒരു പേടിയാണ് ഗൈസ്. നിങ്ങൾ കുരിശ് കണ്ടില്ല, ഇതാണ് കുരിശ്. ഗൈസ് ഗോൾഡൻ കളറൊക്കെ ഉള്ള ഒരു കുരിശാണ് ഗൈസ്. ഇതിൽ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, രാത്രി ഇതിൽ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ വയറൊക്കെ ഉണ്ട്, പിന്നെ ലൈറ്റിന്റെ ആ ഒരു ലൈറ്റ് പിടിപ്പിക്കുന്ന ആ വയറൊക്കെ അതിന് ചുറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നേർച്ചിടുന്ന പെട്ടിയാണെന്ന് തോന്നുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നേർച്ചിടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അത് നേർച്ചിടുന്ന പെട്ടിയാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ് ഭയങ്കര കാറ്റാണ് കേട്ടോ ഞാനിത് ചോദിച്ചത്. അപ്പൊ ഗൈസ് ഞാൻ ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വ്യൂസ് ഒക്കെ കാണാം ഗൈസ്. അതാണ് ഗൈസ് നമ്മൾ ഇതിന്റെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോ താഴോട്ട് കൊക്കയാട്ടോ, കൊക്ക. ആ കാണുന്നതാണ് നമ്മുടെ പള്ളി. നമ്മൾ വരുന്നപ്പോ നിങ്ങളെ കാണിച്ചില്ല ഞാൻ ഒരു പള്ളി, അതാണ് അവിടുത്തെ പള്ളി. പിന്നെ താഴെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, പള്ളിയുടെ അടുത്തായിട്ട് സ്കൂളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ കൈതത്തോട്ടം ഒക്കെ ഉണ്ട്, പിന്നെ കുറെ കാഴ്ചകൾ. ആ കാണുന്ന ആട്ടോ നമ്മുടെ കൊച്ചി ഗൈസ്. പിന്നെ കുറെ കാടുകളും പുല്ലുകളൊക്കെ എനിക്ക് കാണുന്നത്, പിന്നെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ അതിന്റെ ഇടയ്ക്കുള്ളത് കാണാം. പിന്നെ ഈ നമ്മൾ ഇതിന്റെ മണ്ടയിലാണല്ലോ, കുരിശിന്റെ മണ്ടയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ടാണ് വലിയ രീതിയിൽ കാണാത്തത് ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെയൊക്കെ പണ്ട് നാടകമൊക്കെ നടക്കുന്നു പറഞ്ഞില്ലേ ഗൈസ്. ഇതാണ് ഗൈസ് അതിന്റെ പാറ. കുറെ പാറയൊക്കെ അവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇതിന്റെ മണ്ടേന്നെങ്ങാനും വീണാല് പോയതാണെന്ന് പറഞ്ഞാൽ മതി ഗൈസ്. എനിക്കിതിന്റെ മണ്ടയിൽ നിൽക്കുമ്പോ ഇവിടെ തുമ്പത്ത് നിൽക്കുമ്പോ ചെറിയ പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീങ്ങി പോകുന്നത്. അവിടെ നിൽക്കുമ്പോ പേടിയില്ല, അവിടെ പിന്നെ നമ്മുടെ കുരിശുള്ളതുകൊണ്ട് അതിന്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഗൈസ് ഇവിടെ പണ്ട് വന്നിരുന്ന ആൾക്കാരൊക്കെ പറയുന്നതാണ് അവിടെ ആയിട്ട് കടലൊക്കെ കാണാറ്. ഇവിടെ ശരിക്കും കടല് കാണാട്ടെ, ഞാൻ കള്ളം പറയുന്നതല്ല. അവിടെ കടലൊക്കെ കാണാം നമുക്ക്. ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പൊ മേഘം നല്ല കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ വരുമ്പോഴത്തേക്കും കാണാവുന്നതാണ് ഗൈസ്. ആ കാണുന്ന ആട്ടോ കൊച്ചി. നിങ്ങളോട് ഞാൻ കള്ളം പറയുന്നതല്ല ഗൈസ്, അത് ശരിക്കും കൊച്ചിയാണ്, അത് പറ്റിക്കുന്നൊന്നും അല്ല, അത് ശരിക്കും അത് കൊച്ചി തന്നെയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതിന്റെ താഴെ പാറയും. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു സൂത്രം കാണിച്ചുതരാം. ഇവിടെ ക്യാമറ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടെന്ന്, അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു ഗൈസ്. ആ ക്യാമറ തിരിയുന്നു ഗൈസ്, ക്യാമറ കണ്ടോ ഗൈസ് നിങ്ങൾ തിരിയുന്നത്? അതിന് അപ്പോൾ ഒരാൾ ഇങ്ങനെ അതിന് നോക്കുന്നുണ്ട്. അതിന് ഇവിടെ ആൾക്കാരൊക്കെ നമ്മൾ ഗൈസ് വേറെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇത് കാണാൻ, പള്ളി പ്രാർത്ഥിക്കാനൊക്കെയാണ്, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ആ കാണുന്നതായിട്ട് നമ്മുടെ ക്യാമറ. പിന്നെ ഗൈസ് ആ സ്റ്റേജിന്റെ അവിടെ അത് സ്റ്റേജ് ആയിട്ടായിരുന്നു, അവിടെ പുല്ലൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പൊ പുല്ലൊക്കെ പിടിച്ചാണ് ആ സ്റ്റേജിന്റെ അതാണ് അവർ സ്റ്റേജ് ആയിട്ട് കണ്ടെടുത്തിട്ട് നാടകമൊക്കെ നടത്താറുള്ളത്. ഇവിടെ നിന്ന് കുറെ ആൾക്കാരൊക്കെ കാണും. ഇതാട്ടോ ഗൈസ് നമ്മുടെ കിണർ. ഇവിടെ അടുത്തായിട്ടൊരു കിണറുണ്ട്. ഇത് ഒരിക്കലും പാറയുടെ മണ്ടയിലാണേലും അതിനകത്ത് ഒരിക്കലും വെള്ളമൊന്നും പറ്റത്തില്ല കേട്ടോ ഗൈസ്. ഗൈസ് ഇതിനകത്ത് ഫുള്ളും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, ഇതിന്റെ പകുതിയോളം ഉണ്ട്. നോക്ക് ഇതിനകത്ത് വെള്ളമുണ്ട്, പാറ കേട്ടോ ആ സൈഡില്.
അപ്പൊ ഗൈസ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഈ കാറ്റായോണ്ട് ഗൈസ് ഞാനിവിടെ നിൽക്കുന്നതാണ് കേട്ടോ ഗൈസ്. അവിടെ നിന്ന് കുറെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. വെയിലാണെങ്കിൽ ചൂട് നമുക്ക് അറിയുന്നില്ല, ഇവിടുത്തെ കാറ്റടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. ഇതാണ് കേട്ടോ ഗൈസ് അവിടെ നാടകം കളിച്ചു സ്റ്റേജ് ഇത് ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ ആ കാണുന്ന കേട്ടോ കുരിശ്, ഒരു വെള്ള കുരിശുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും ഗൈസ്. ഇതുവഴി താഴേന്ന് ആൾക്കാർ കുരിശിന്റെ വരിക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇതാട്ടോ ലാസ്റ്റ് കുരിശ്. ഇവിടുന്ന് നേരെ പള്ളിയിലോട്ടാട്ടോ കയറുന്നത്. അപ്പൊ ഗൈസ് ആ കാണുന്ന കേട്ടോ നമ്മുടെ കുരിശ്. ആ കുരിശിന്റെ അടുത്തൊക്കെ ഞാൻ കുഞ്ഞിലെ പോയിട്ടുണ്ടെന്നാട്ടോ തോന്നുന്നത്. അപ്പൊ ഗൈസ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറിപ്പോ. ഭയങ്കര കാറ്റാട്ടോ. എനിക്കൊന്നും ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാമെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റ്. ഈ പുല്ലൊക്കെ കിടന്ന് ആടി കേട്ടോ, ഒടിയുന്ന രീതിയിലാ. മരമൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാ. പേടിയാവും കേട്ടോ ഗൈസ്. കാരണം എന്താന്ന് വെച്ചാല് ഈ മരത്തിത്തെ പുല്ലൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ആടുമായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും കാറ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പുല്ലൊക്കെ എപ്പോഴും കിടന്ന് അങ്ങോട്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ഈ കാറ്റ് വരുന്നുണ്ടല്ലോ ഗൈസ്. അപ്പൊ ഗൈസ് ഞാനിപ്പോ നിങ്ങളെ നട്ടുച്ചയ്ക്ക് വരുന്നോണ്ടാണ് കേട്ടോ ഇവിടെ ചെറിയ ചൂടൊക്കെ ഉള്ളത്. അല്ലാതെ നിങ്ങൾക്ക് വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ അവിടെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും ഗൈസ്. ഇവിടെ ഇപ്പൊ സമയം 1 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ, എന്നിട്ട് ഇവിടെ ഭയങ്കര കാറ്റാണ്. ഞാൻ ഈ ഉച്ചക്കൊക്കെ വരുമ്പോ ഇവിടെ വലിയ കാറ്റൊന്നും കാണില്ലെന്നായിരിക്കും, പക്ഷെ ഇവിടെ 1 മണിക്കൊക്കെ വരുമ്പോ നല്ല കാറ്റുണ്ട് ഗൈസ്. ഇടക്കിടയ്ക്ക് പയ്യെ കാറ്റുമായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള കാറ്റും, ഇടക്കിടയ്ക്ക് ഭയങ്കര വലിയ കാറ്റുമായിട്ടാട്ടോ വരുന്നത്. അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് എൻജോയ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വരും ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെ കുറെ ഫ്ലാറ്റുകളൊക്കെ നിങ്ങൾ ഇവിടെ ഈ മലയുടെ താഴേന്ന് നമുക്ക് ഈ പാലയുടെ മണ്ടയിൽ നിന്ന് നോക്കിയാൽ കാണാം ഗൈസ്. കുറെ ഫ്ലാറ്റുകളും പുതിയ ഫ്ലാറ്റുകളും ഒക്കെ കാണാം. അപ്പൊ ഗൈസ് ആ ഫ്ലാറ്റുകളൊക്കെ ഉള്ളതാട്ടോ കൊച്ചി. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കൊച്ചിയൊക്കെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് എൻജോയ്മെന്റ് ചെയ്യാം. പിന്നെ 6 മണിയൊക്കെ ആകുമ്പോഴാട്ടോ ഇവിടെ ഫുള്ളായിട്ട് വൈബ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾ ആ ലൊക്കേഷൻ എടുത്തിട്ട് ഗൈസ് നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരും എൻജോയ്മെന്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു സ്പേസ് ആട്ടോ, വൈബിനൊക്കെ പറ്റിയ സ്പേസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ. പിന്നെ സബും കൂടെ ചെയ്യണേ.